ഇറങ്ങി ഇറങ്ങി ഇറങ്ങ വാ അമ്മ ഇറങ്ങാം. എന്നെ ഒരു ചവിട്ടാ എന്റെ പെടലി ഉളുക്കി. വണ്ടി വിടു, ഇറങ്ങ്. മോനെ സജി, എല്ലാം എടുത്തല്ലോ അല്ലേ? ആ എല്ലാം നിക്ക് എടുത്തിട്ടുണ്ട്. ബസ് അങ്ങ് പോയിക്കോട്ടെ. ഡാ മോനെ, ഇത്രയും ദൂരത്താണോ നീ വന്ന് പഠിക്കാൻ പോന്നത്? നിന്നെ കാണാൻ വരണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? പോട്ടെ മോനെ, അങ്ങേരെ ദേഷ്യം കാണാൻ എനിക്ക് വയ്യ. ഡാ മോനെ, ഇത്രയും നാളും നീ കളിച്ചു ചിരിച്ച് നടന്നു. ഇനിയെങ്കിലും നീ മര്യാദക്ക് പഠിക്കാൻ നോക്ക്. അതിനല്ലേ വന്നേക്കുന്നേ. അളിയാ കള്ളം പറയല്ലേ. ഈ കോളേജ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പിള്ളേർ പോലും ഇവിടെ പഠിക്കാൻ വരുന്നില്ല. എന്നാൽ നിങ്ങളുടെ മോളാണ് ഇവിടെ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ നാട് പുരോഗമിക്കാൻ നമ്മളല്ലേ മാതൃകയാവേണ്ടത്. ഒന്ന് എടുത്തു പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ മുത്തുലക്ഷ്മി റെഡ്ഡിയാ. അവര് നമ്മുടെ നാടിനൊരു അഭിമാനമല്ലേ? അതുപോലെ നമ്മുടെ മക്കളും പഠിച്ചു വലുതായി ഈ ഗ്രാമത്തിന് പേര് നേടിക്കൊടുത്ത നമുക്കല്ലേ അഭിമാനം. അതെ 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 അതെ. അത് നമ്മളായിട്ട് തടയേണ്ട കാര്യമുണ്ടോ? ആബ്സല്യൂട്ട്ലി. അപ്പോ അമ്മയും മോളും കൂടി പഠിക്കാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോ. സാർ, ഗോട്ടി സോഡ ഉണ്ടാവോ? ഇതായാലും മതി. പന്ന രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം ഇങ്ങനെ ഇവിടെ എടുത്ത്. ഭാഗ്യം മൈക്ക് ചോദിച്ചില്ലല്ലോ. നന്ദി നന്ദി. ആയിക്കോട്ടെ. എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു സർ. വരട്ടെ സാറേ. സോറി സോറി സോറി. നിനക്കെന്താ കണ്ണ് കണ്ടൂടെടാ? നോക്കി വാ. വരൂ അമ്മേ. ഹലോ, ഒരു മിനിറ്റ്. തൂവാല. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളും പോൺസ് പൗഡറാ, ഞാനും പോൺസ് പൗഡറാ. നല്ല പരിമളം. പോൺസ് പോയോ? സജ്ജി സാർ. എന്താ സജ്ജി, തന്റെ മീശ എവിടെ? ഉണ്ടല്ലോ സാർ. ഇതില്ലല്ലോ. സോറി സാർ, മാറിയതാ. അമ്മ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. കുട്ടിയുടെ പേരെന്താ? സുമതിന്ന. ഇയാളുടെ പേരെന്താ? മീനാക്ഷി. വീട്ടിൽ ആരൊക്കെയുണ്ട്? 5 പേരിലെ ഇളയാളാ ഞാൻ. അതെ, ഒരു സെക്കൻഡ്, ഫോട്ടോ മാറിപ്പോയി. ഇല്ലല്ലോ. പ്ലീസ് അതിലൊന്ന് നോക്ക്. കണ്ടില്ലേ, അതിൽ നിങ്ങൾക്ക് മീശയുണ്ട്. സോറി ട്ടോ. താങ്ക്സ്. അല്ല, ആ ഫോട്ടോ എടുത്താരാ? എന്തിനാ? നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നേരി കാണാനും നല്ല ഭംഗിയുണ്ട്. ഹലോ, അതെ. ഹലോ, എന്റെ ഫോട്ടോ. സദാശിവൻ, മുഹമ്മദ് അലി, ആൻഡപ്പൻ, പുരുഷോത്തമൻ, സജി, ജോസഫ് 6. സജി, ആ ജോസഫിനാണ് അന്വേഷിക്കുന്നത്? അതെ, ഞാൻ തന്നെ ജോസഫ്. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. വീട് എവിടെയാ മാഷേ? തീക്കോയില്ല. അവിടുന്നാണ് ഇവിടെ വരെ പഠിക്കാൻ വന്നേ? എനിക്ക് കിട്ടിയ മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ സീറ്റ് കിട്ടാനാ? നാട്ടില് പുതുപ്പള്ളി. പുതുപ്പള്ളി എവിടെയാ? അല്ല, ഈ കഞ്ഞിക്കുഴിക്കടുത്ത്. കഞ്ഞിക്കുഴിയിൽ എവിടെയാട്ടാ? അത് തോട്ടക്കാട് അടുത്തുള്ള. തോട്ടക്കാടാണോ അല്ലെങ്കിൽ അവിടെ നിന്ന്? അല്ല, തോട്ടക്കാട് തന്നെ. അല്ല, അടുത്തടുത്ത് തോന്നി കുറെ സ്ഥലം പറഞ്ഞു, അതുകൊണ്ടാ. വാ എന്റെ ചങ്ങാതി. ഡാ, നീ ആരെ സൈറ്റ് അടിച്ചേ? നിന്നെക്കാട്ടിലും 2 വർഷം സീനിയറാ ഞാൻ. 3rd ഇയർ അറിയാമോ?
ആ കുറച്ച് മര്യാദയൊക്കെ നല്ലതാ. തേർഡ് ഇയർ ആണെന്നോ? നീ കോളേജിലാണ് തേർഡ് ഇയർ, ഞാൻ 8ൽ തേർഡ് ഇയർ, 10ൽ തേർഡ് ഇയർ, +2 തേർഡ് ഇയർ, അതിനുശേഷമാണ് ഇവിടെ ഫസ്റ്റ് ഇയർ. അയ്യോ. ഇവിടെ ഉള്ളവരെയൊക്കെ വരട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല കൊച്ചേ. ഇനി നീ ഒന്ന് പറഞ്ഞേ, യു സീനിയറാ ഐ സീനിയറാ? സോറി ചേട്ടാ. ചേട്ടാന്നോ? അല്ല, ഈ ഫസ്റ്റ് നൈറ്റില് ആദ്യ രാത്രിക്ക് പെണ്ണ് വന്നിട്ട് ഇങ്ങനെ നാണിച്ചിട്ട് വാ ചേട്ടാ പാല് കുടിക്ക് ചേട്ടാ എന്നൊക്കെ ആ ചേട്ടനല്ലേ? തുപ്പേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തുപ്പരുത്. ദേ നിശ്ചയിക്കുന്നതൊക്കെ എന്റെ കാരണവന്മാരോട് ചോദിച്ചിട്ട് വേണം. എനിക്കിപ്പോ ഉടനെ പറ്റില്ല, എനിക്ക് പഠിപ്പാണ് പ്രധാനം. നീ പഠിച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. നല്ല ഒന്നാന്തര ശകുനം. ഇതേ മൂഡിൽ ക്ലാസ്സിലേക്ക് പോയേക്കാം. ഓ ഇവിടെയാണല്ലേ ക്ലാസ്? ഹലോ, ഇവിടെ ഇരിക്കാം. ഇവിടെ എന്താ കടുവാകളി വല്ലതും നടക്കുന്നു മുമ്പിലിരുന്ന് കാണാൻ? ഉണ്ടാതിരിക്കടാ മരമണ്ടോസ്. അങ്ങോട്ട് നോക്ക്, ബുദ്ധിമാൻ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതെങ്ങനെ മനസ്സിലായി? അത് കണ്ണാടി വെച്ചത് കാണുമ്പോ അറിയില്ലേ? കണ്ണാടി മാഷേ, ഇവിടെ ഇരുന്നോളൂ. ഇവനൊക്കെ ഏതാ? കണ്ടിട്ട് പഠിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ബസ്സിനകത്ത് ഇഞ്ചിമുട്ടായി എന്നും പറഞ്ഞ് വിളിച്ചു കിടക്കുന്നവന്മാരെ Good morning, കൂട്ടുകാരാ. ഹായ്. നമ്പൂതിരിയാ? അല്ല, അരവിന്ദൻ. ഞാൻ നെറ്റിലെ കുറി കണ്ട് ചോദിച്ചാ. ജാതി എന്തിനാ ചോദിക്കുന്നത്? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ സുഹൃത്തെ, മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ അനിയ? അത് ശരി. അപ്പൊ നിങ്ങൾ പറയില്ലേ? പറയാൻ പാടില്ല. അതെന്താ? അറിയില്ല സുഹൃത്തെ. അറിയില്ലെന്ന്? അറിയില്ലെന്ന് പറയാൻ വേണ്ടി ഒരുപാട് വാ തുറക്കണ്ട കേട്ടാ. എന്റെ പൊന്നെ, ഡയലോഗ് അടിക്കാൻ മാത്രം ഒരു കുറവുമില്ല. ഊളൻ. പിന്നെന്തിനാ ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? കണ്ണാടി വെച്ചവന്മാരെല്ലാം എന്താ ബുദ്ധിമാന്മാരാണോ? അതായത് ഈ കണ്ണാടി വെച്ച ഒരു പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നാൽ അയാളെ ബുദ്ധിമാനാണെന്ന് വല്ല നിയമമുണ്ടോ? പിന്നെ അത് മാത്രം. എടാ ചക്ക, ദിവസവും രാവിലെ 2 കഷ്ണം വെളുത്തുള്ളി കഴിക്കണം. ഗ്യാസിന് നല്ലതാണോ? അല്ല, ക്ലാസ്സിന് നല്ലത്. നീ എന്തിനാടാ മൂക്ക് പോത്തുന്നേ? നാണം കെട്ട നാറി. എന്നിട്ട് പോടാ അവിടുന്ന്. അയ്യോ സുഹൃത്തെ, നമ്മളെ കൊന്ന ഇവൻ അടങ്ങും തോന്നുന്നു. ഗുഡ് മോർണിംഗ് സാറേ. ഇരിക്കേ. നിങ്ങൾ 3 പേര് എഴുന്നേക്ക്. ഇതുകൊണ്ടാ മുന്നിലിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്ന കണ്ടോ നിങ്ങള്? ബാക്കിലുള്ള 3 പേര് എഴുന്നേക്ക്. ചെങ്ങാതി, നമ്മളെ എന്തിനെങ്ങനെ വിളിക്കുന്നത്? പേരും എല്ലാം ചോദിക്കാനായിരിക്കും. അത്രയുള്ള കാര്യം. സാർ, മൈ നെയിം ഈസ് സോമന്റെയും മീനയുടെ മകൻ അരവിന്ദാക്ഷൻ. അങ്ങനെയാണോ? യെസ്. നിങ്ങൾ 3 പേര് മുമ്പിലേക്ക് വാ, നിങ്ങൾ 3 പേര് പുറകിലേക്ക് പോ. എടാവേ, നമ്മളോട് മുമ്പോട്ട് വരാൻ പറയാം. കുറച്ചൊന്നും മിണ്ടായിരിക്കും. പോ. ഇവൻ എന്തോ കടിച്ചു തിന്നാൻ വരുന്നത്? എന്താ പറഞ്ഞ? കടുവ കളി കാണാൻ പോകുന്നല്ലേ? പോയി കാണും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. ചെല്ല്. അല്ല സാർ, ഇതുപോലെ തന്നെ നാളെ ഞങ്ങളെ അവിടേക്ക് മാറ്റി ഇരുത്തുമല്ലോ അല്ലേ? 3 വർഷം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഇതേ ബെഞ്ചാണ്. 3 വർഷമോ? സ്റ്റുഡൻസ്, ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഇപ്പൊ ബോർഡിൽ എഴുതാൻ പോവാണ്. നോട്ട് ചെയ്തോളൂ. ഡെഫിനേഷൻ ഞാൻ പിന്നെ പറയാം. എഴുതാൻ തുടങ്ങി. ഇനി 3 വർഷം അയാൾ എഴുതിക്കൊണ്ട് തന്നെ സർ, എന്താടി ഇത്ര വൈകി? ബസ് ലേറ്റ് ആയിടും. ഐഡിയ വർക്കൗട്ടായി. കുറച്ച് പതുക്കെ പറ. ഇയാള് മനസ്സിൽ പറയുന്നത് പുറത്ത് കേൾക്കുന്നുണ്ട്. മാഷേ, നിങ്ങൾ വല്ലതും കേട്ടായിരുന്നാ? ചെവി കേൾക്കില്ലെന്ന് തോന്നുന്നു. പൊട്ടനാ. ഇത് കേട്ടു.
റെസ്പെക്ട് പ്രധാനം. അങ്ങോട്ട് നോക്കിയേട്ടെ. അങ്ങോട്ട് നീങ്ങ.